Hello everyone, welcome to Entri. ഞാൻ Ansha. ബാങ്ക് എക്സാംസിന് ഇംഗ്ലീഷിന് നമുക്ക് എങ്ങനെ സ്മാർട്ടായി പ്രിപ്പയർ ചെയ്യാം അതാണ് ഇന്നത്തെ ടോപ്പിക്. ബാങ്ക് എക്സാംസിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് മാത്രമല്ല, PO ലെവൽ പോസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഉണ്ട്, ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ട്, അതുപോലെ SBPO എടുക്കുകയാണെങ്കിൽ GD സെക്ഷൻ ഉണ്ട്. ഇതിനെല്ലാത്തിനും നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ പ്രിപ്പറേഷന്. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്? എക്സാം പാറ്റേണും സിലബസും, അതുപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുന്നതും നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്? ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിയുന്നത്ര ഫാസ്റ്റായിട്ട് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ. കാര്യം ഇപ്പോൾ നമ്മൾ IBPS PO എക്സാം എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 30 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് അലോട്ടഡ് ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് 20 minutes ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് ഒരു 40 seconds മാത്രമാണ്. ഇനി ഇംഗ്ലീഷ് സെക്ഷനിൽ പൊതുവേ ചോദിക്കാറുള്ളത് 4 types ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ സെക്ഷനും ഉണ്ട്, വെർബൽ എബിലിറ്റി ചെക്കിംഗ് ക്വസ്റ്റ്യൻസും ഉണ്ട്. വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരും? ക്ലോസ് ടെസ്റ്റ് വരാം, ഫ്രേസ് റീപ്ലേസ്മെൻറ്റ് വരാം. എന്താണ് ക്ലോസ് ടെസ്റ്റ്? നമുക്കൊരു പാസേജ് തരുന്നു, ഈ പാസേജിൽ മിസ്സിംഗ് പോർഷൻസ് കാണും, ഈ പോർഷൻസിന് നമ്മൾ കറക്റ്റ് ആൻസേഴ്സ് കൊണ്ട് ഫില്ല് ചെയ്യണം. അതുപോലെ നമുക്ക് ഫ്രേസ് റീപ്ലേസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഫ്രേസ് റീപ്ലേസ്മെൻറ്റിൽ ഒരു സെൻറ്റൻസ് തരുന്നു, ഈ സെൻറ്റൻസിൽ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു പോർഷൻ ഹൈലൈറ്റഡ് ആയിരിക്കും. ആ പോർഷനിൽ എറർ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഫ്രേസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇതിന് നമുക്ക് എന്താ വേണ്ടത്? സ്ട്രോങ് വൊക്കാബുലറി വേണം. വൊക്കാബുലറി എൻഹാൻസ് ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? കഴിയുന്നത്ര വായിക്കുക, വായിക്കുമ്പോൾ കിട്ടുന്ന അൺനോൺ വേർഡ്സിൻ്റെ മീനിങ്സ് കളക്ട് ചെയ്ത് നമ്മൾ ഈ വേർഡ്സ് ഡെയിലി നമ്മൾ കഴിയുന്നത്ര ന്യൂ വേർഡ്സ് പഠിക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈൻ വൊക്കാബുലറി റിലേറ്റഡ് ക്വിസും ഗെയിംസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം, നമുക്ക് ഈ പഠിക്കുന്ന വേർഡ്സ് എല്ലാം എപ്പോഴും മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരാം? എറർ സ്പോട്ടിംഗ് വരാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാം, സെൻറ്റൻസ് കറക്ഷൻ, ഇതെല്ലാം വരാം. ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ട്രിക്കി ആയിരിക്കും. കാര്യം നമ്മൾ ഗ്രാമറിൻ്റെ ബേസിക് റൂൾസ് എല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സോ പാർട്സ് ഓഫ് സ്പീച്ച് തൊട്ടുള്ള ഗ്രാമറിൻ്റെ ബേസിക് റൂൾസ് നമ്മൾ സെക്ഷൻ വൈസ് ആയിട്ട് പഠിക്കണം. ടെൻസസ്, ആർട്ടിക്കിൾസ്, അതുപോലെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്, പ്രിപ്പോസിഷൻസ്, ഇതിനെ പറ്റിയെല്ലാം നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം ഗ്രാമർ. ഇംഗ്ലീഷ് സെക്ഷനിലെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷനും പാരാജംബിൾസും. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്താണ്? നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ഒരു പാസേജ് തരുന്നു, ഈ പാസേജ് നമ്മൾ എങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. പാരാജംബിൾസ് എന്താണ്? നമുക്ക് ജംബിൾഡ് ഓർഡറിൽ കുറച്ച് സെൻറ്റൻസസ് തരുന്നു, ഈ സെൻറ്റൻസസ് ഏത് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള പാരഗ്രാഫ് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ പാരാജംബിൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ വെർബൽ എബിലിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സെക്ഷനിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനെ പറ്റി പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ എബിലിറ്റീസാണ് നമുക്ക് വേണ്ടത്. സ്ട്രോങ് വൊക്കാബുലറി വേണം, ഗ്രാമറിൻ്റെ ബേസിക് റൂൾസ് അറിഞ്ഞിരിക്കണം, അതുപോലെ നമുക്ക് ഫാസ്റ്റ് റീഡിങ് എബിലിറ്റിയും ഫാസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റിയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനെല്ലാം മെയിൻലി നമുക്ക് വേണ്ടത് എന്തുവാണ്? നന്നായിട്ട് നമ്മൾ വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ന്യൂ വേർഡ്സ് പഠിക്കാൻ പറ്റും. അതുപോലെ നമ്മളുടെ റീഡിങ് സ്പീഡ് കൂടും, നമുക്ക് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു എബിലിറ്റി കൂടും. വായിക്കുമ്പോൾ നമ്മൾ ആദ്യം വായിച്ച് തുടങ്ങുമ്പോൾ ഹെവി ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കാതെ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വായിച്ച് ശീലിക്കുക. അതായത് ഇപ്പോൾ
ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസൊക്കെ എടുക്കുവാണെങ്കിൽ ഇച്ചിരി ടഫായിട്ടുള്ള വേർഡ്സൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ ഇത് വായിച്ച് ശീലിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നാം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നാം. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റായിട്ടുള്ള ആർട്ടിക്കിൾസ്, അതായത് നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്സോ അങ്ങനെ എന്തെങ്കിലും വായിച്ച് നമ്മൾ റീഡിങ്ങിന് നല്ല യൂസ്ഡ് ആയിട്ട് നമ്മൾ ഹെവി ആയിട്ടുള്ള, അതായത് ഈ ന്യൂസ് പേപ്പർ റീഡിങ്സ് അതിലോട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു രീതിയിൽ റീഡിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എക്സാം പ്രിപ്പറേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് അറ്റൻഡിങ്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഈസി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ലാസ്റ്റ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവുക. ഇംഗ്ലീഷ് സെക്ഷനിലെ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? റീഡിംഗ് കോംപ്രിഹെൻഷൻ, പാരാജംബിൾസ്, ഇതുപോലുള്ള പാസേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ്. പാസേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് റീഡിംഗ് മസ്റ്റാണ്. ഫാസ്റ്റ് റീഡിങ്ങിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ വേർഡ് ബൈ വേർഡായിട്ട് നോക്കാതെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ ഫോക്കസ് ചെയ്യുക. അതുപോലെ ഓവറോൾ ഐഡിയക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പാസേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ ഈ ഹിന്ദു ന്യൂസ് പേപ്പർ, ഇന്ത്യൻ എക്സ്പ്രസ്, ഇതുപോലുള്ള ന്യൂസ് പേപ്പേഴ്സിലെ എഡിറ്റോറിയൽ സെക്ഷനിലുള്ള പാസേജ് പോലെയുള്ള പാസേജസ് ആണ് മിക്കപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ എഡിറ്റോറിയൽ സെക്ഷൻ നമ്മൾ കഴിയുന്നത്ര വായിച്ച് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഈ പാസേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിനെന്നല്ല, നമുക്ക് മൊത്തത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആകാനായിട്ട് ഈ ഒരു ഹിന്ദു എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് എഡിറ്റോറിയൽ സെക്ഷൻ ഇതെല്ലാം വായിച്ച് നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് വെറുതെ വായിക്കുകയല്ല, നമ്മൾ ഈ എഡിറ്റോറിയൽ സെക്ഷൻ വായിക്കുകയും അതിലുള്ള ന്യൂ വേർഡ്സ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത അൺനോൺ വേർഡ്സ് നമ്മൾ മീനിങ്സ് കണ്ടെത്തി പഠിക്കുകയും അതുപോലെ ഈ സെക്ഷൻസ് വായിച്ചിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്തും ശീലിച്ചാൽ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടാകുന്നത്. ആക്ച്വലി നമ്മളുടെ വൊക്കാബുലറി സ്ട്രോങ് ആക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് എഡിറ്റോറിയൽ സെക്ഷൻ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് സെക്ഷന് സ്മാർട്ടായി പ്രിപ്പയർ ചെയ്യാം? ആദ്യം തന്നെ നമ്മൾ ഗ്രാമറിൻ്റെ ബേസിക് റൂൾസ്, അതായത് പാർട്സ് ഓഫ് സ്പീച്ച് തൊട്ട് നമ്മൾ സെക്ഷൻ വൈസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. സെക്ഷൻ വൈസ് ആയിട്ട് ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മളുടെ വൊക്കാബുലറി എൻഹാൻസ് ചെയ്യുക. ഡെയിലി ന്യൂസ് എഡിറ്റോറിയൽ സെക്ഷൻ വായിക്കുക. ഇത് വായിക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ ഓൺലൈൻ മോഡിൽ വായിച്ച് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം നമുക്ക് ഓൺലൈൻ എക്സാംസ് ആണല്ലോ, അപ്പോൾ എക്സാംസിന് ഇത് നല്ല ഹെൽപ്ഫുള്ളാകും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് വായിച്ച് ശീലിക്കണം. വായിച്ച് ശീലിക്കുമ്പോൾ എന്തുവാണ്, തുടക്കത്തിൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും നമുക്ക് സിമ്പിളായിട്ടുള്ളതുമായിട്ടുള്ള ആർട്ടിക്കിൾസ് വായിച്ച് നല്ല യൂസ്ഡ് ആയിട്ട് നമുക്ക് റീഡിങ്ങിന് ഹെവി ആയിട്ടുള്ള ആർട്ടിക്കിൾസിലോട്ട് പോകുന്നതാണ് ബെറ്റർ. അതുപോലെ നമ്മൾ എവറി സെക്ഷനും പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ കഴിയുന്നത്ര സ്പീഡിന് വായിക്കുക. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ സ്ട്രോങ് ആകേണ്ട ഒരു കാര്യമാണ് സെൻറ്റൻസ് ഫോർമേഷൻ. സെൻറ്റൻസ് ഫോർമേഷനിൽ നമ്മൾ സ്ട്രോങ് ആയാലേ നമ്മളുടെ ഐഡിയാസ് നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിനാണെങ്കിലും ഇൻ്റർവ്യൂ സെക്ഷനിലാണെങ്കിലും ഈവൻ ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റിനാണെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിരിക്കേണ്ട ഒരു കാര്യമാണ് സെൻറ്റൻസ് ഫോർമേഷൻ. കാര്യം ഇപ്പോൾ നമ്മൾ പാസേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ പാസേജിലെ സെൻറ്റൻസ് ഫ്ലോ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ സെൻറ്റൻസ് ഫോർമേഷൻ സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ ക്ലോസ് ടെസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ മിസ്സിങ് പോർഷൻസ് കാണും. അപ്പോൾ ഈ മിസ്സിങ് പോർഷൻസ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പ്രീവിയസ് സെൻറ്റൻസും നെക്സ്റ്റ് സെൻറ്റൻസും തമ്മിലുള്ള ലിങ്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള പോർഷൻസിൽ വരുന്ന വേർഡ്സ് ഏത് ടൈപ്പ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. കാര്യം അവിടെ നൗൺ വരാം, വേർബ് വരാം, പ്രിപ്പോസിഷൻസ് വരാം. അപ്പോൾ ഇതിനെല്ലാം നമ്മളുടെ സെൻറ്റൻസ് ഫോർമേഷൻ സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ കുറച്ച് സമയം ഇംഗ്ലീഷ് റൈറ്റിങ്ങിന് മാറ്റിവെക്കുക. നമ്മൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ എന്തെങ്കിലും കുറച്ച് എഴുതാൻ ശീലിക്കുക.
അതുപോലെ നമ്മൾ കഴിയുന്നതും നമ്മളുടെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഇംഗ്ലീഷിൽ സംസാരിച്ച് ശീലിക്കുക. അതുപോലെ മിററിൽ നോക്കി നമുക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് ടോപ്പിക് പ്രസൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇതിനെല്ലാത്തിനും നമുക്ക് നല്ല ഇമ്പ്രൂവ് ആവാൻ നമുക്ക് ഇംഗ്ലീഷിൽ ചിന്തിക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ ശീലിക്കുക. ഇംഗ്ലീഷിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ ചിന്തിക്കാതെ ഇംഗ്ലീഷിൽ ചിന്തിച്ചാൽ നമുക്കവിടെ ടൈം കഴിയുന്നതും നമുക്ക് കുറയ്ക്കാം. കാര്യം നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, അതിനെ നമ്മൾ മലയാളത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ ആൻസർ ചെയ്യാൻ വീണ്ടും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ പോലും അറിയാതെ കുറച്ച് സമയം അവിടെ നമ്മളുടെ മൈൻഡിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇംഗ്ലീഷിൽ സ്മാർട്ടായി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.